കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 റിവിഷൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിന് റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇൻ്റഗ്രേഷൻ ആണ് കേട്ടോ. ഉദ്ഗ്രഥനം മലയാളമാണ്. നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ഈ പക്ഷികളുടെ പേരൊന്ന് ആദ്യം പറയാവോ? ഈ പക്ഷികളുടെ പേരെന്താ? കാക്ക, തത്ത, പ്രാവ്, മൂങ്ങ, പൊന്മാൻ. ഓക്കെ, പക്ഷികളുടെ പേര് പറഞ്ഞേ. കാക്ക, തത്ത, പ്രാവ്, മൂങ്ങ, പൊന്മാൻ. ഇനിയും നിങ്ങൾക്ക് ഒത്തിരി പക്ഷികൾ അറിയാം അല്ലേ? ഈ പക്ഷികളുടെ തൂവലിനെല്ലാം ഒരേ നിറമാണോ? കാക്കയുടെ തൂവലിന്റെ നിറമാണോ തത്തയ്ക്ക്? അല്ല അല്ലേ? ഓരോ പക്ഷികൾക്കും തൂവലിന് ഓരോ നിറമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കണ്ടായിരുന്നോ? എങ്കിൽ നിങ്ങൾ ഈ പക്ഷികളുടെ തൂവലിന്റെ നിറം ഒന്ന് പറഞ്ഞേ. തൂവലിന്റെ നിറം എന്താ? കാക്കയുടെ നിറം എന്താ? കറുപ്പ്. വെരി ഗുഡ്. തത്തയുടെ തൂവലിന്റെ നിറം എന്താ? പച്ച. വെരി ഗുഡ്. പറവയുടെ അല്ലെങ്കിൽ പ്രാവിന്റെ തൂവലിന്റെ നിറം എന്താ? വെള്ള. ഓക്കെ. മൂങ്ങയുടേതോ? മൂങ്ങയുടെ തൂവലിന്റെ നിറം ഏതാ? തവിട്ട് നിറം അല്ലേ? തവിട്ട് നിറം. നിങ്ങൾ ബ്രൗൺ എന്ന് പഠിച്ചിട്ടില്ലേ? ചോക്ലേറ്റിന്റെ കളർ. യെസ്, ബ്രൗൺ, അതായത് തവിട്ട് നിറം. പൊന്മാനോ? നീല. പൊന്മാന്റെ തൂവലിന്റെ നിറം നീല. ഈ പക്ഷികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാണാത്തവരും ഉണ്ട്, കണ്ടിട്ടുള്ളവരും ഉണ്ട്. ഈ പക്ഷികളുടെ തൂവലാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. കണ്ടായിരുന്നോ? അപ്പൊ തൂവലുകൾക്ക് നിറം തരൂ. തൂവലിന് നിറം തരൂ. കാക്കയുടെ തൂവൽ ദാ താഴെയുണ്ട്. ഏത് നിറം നിങ്ങൾ കൊടുക്കും? കാക്കയുടെ തൂവലിന് എന്ത് നിറമാ കൊടുക്കുക? കാക്കയുടെ നിറം കറുപ്പ്. അപ്പൊ കാക്കയുടെ തൂവലിന്റെ നിറം എന്താ? കറുപ്പ്. കറുപ്പ് നിറം കൊടുക്കണം. ഓക്കെ. തത്തയുടെ നിറം എന്താ? പച്ച. തത്തയുടെ തൂവലിന്റെ നിറം എന്തായിരിക്കും? പച്ച നിറം. അപ്പൊ തൂവലിനും പച്ച നിറം കൊടുക്കണം. പ്രാവ്. പ്രാവിന്റെ നിറം എന്താ? വെള്ള. വെള്ള നിറം അല്ലേ? പ്രാവിന്റെ നിറം വെള്ള. അപ്പോൾ തൂവലിന് ഏത് നിറം നൽകും?
വെള്ള നിറം നൽകും. തൂവലിന് വെള്ള നിറം നൽകും. മൂങ്ങ, മൂങ്ങയുടെ നിറം തവിട്ട് നിറമാണല്ലേ. അപ്പോൾ മൂങ്ങയുടെ തൂവലിനോ തവിട്ട് നിറം നൽകും. പൊന്മാൻ, പൊന്മാന്റെ നിറം നീല, തൂവലിനും നീല നിറമായിരിക്കും. ഓക്കെ, അപ്പോൾ തൂവലിന് നിറം നൽകാനായിട്ട് ഉണ്ടാകും. പക്ഷികളുടെ തൂവലിന്റെ നിറം എന്ത്? പക്ഷികൾ നൽകിയിട്ടുണ്ടാവും തൂവലിന് ശരിയായ നിറം നൽകണം. കാക്കയുടെ തൂവലിന് കറുപ്പ് നിറം, തത്തയുടെ തൂവലിന് പച്ച നിറം നൽകണം. പറവയുടെ പ്രാവിന്റെ തൂവലിന് വെള്ള നിറം, മൂങ്ങയുടെ തൂവലിന് തവിട്ട് നിറം, പൊന്മാന്റെ തൂവൽ നീല നിറം. ഓക്കെ, തെറ്റിക്കില്ലല്ലോ? തെറ്റിക്കില്ല. അങ്ങനെയാണെങ്കിൽ ദാ ഈ പക്ഷികൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിറം ചെയ്തുവല്ലോ, എന്റെ തൂവലേതാ? എന്റെ തൂവലേതാ? കാക്കയുടെ തൂവലേതാ? ദാ ഇവിടെ ഉണ്ടല്ലേ. എങ്ങനെ മനസ്സിലാക്കി? കാക്കയുടെ തൂവലിന് കറുപ്പ് നിറമാണ്. അപ്പോൾ വരച്ച് യോജിപ്പിക്കാനായിട്ട് അറിയാലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, വളയാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. തത്ത, തത്തയുടെ തൂവലേതാ? തത്ത ചോദിക്കുന്നു, എന്റെ തൂവൽ എവിടെ? എന്റെ തൂവൽ എവിടെ? തത്തയുടെ തൂവലേതാ? ആ, പച്ച നിറം. തത്തയുടെ തൂവലിന് പച്ച നിറം. പ്രാവ്, പ്രാവിന്റെ തൂവലേതാ? വെള്ള നിറം. പ്രാവിന്റെ തൂവലിന് വെള്ള നിറം. മൂങ്ങ, മൂങ്ങയുടെ തൂവലിനോ തവിട്ട് നിറം. പൊന്മാന്റെ തൂവൽ നീല നിറം. തൂവലിന്റെ നിറം നൽകാൻ ചോദിക്കും. യോജിപ്പിക്കാൻ ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാലോ. നിറം എഴുതാൻ ചോദിച്ചാൽ അറിയാവോ? കറുപ്പ്, വെള്ള, പച്ച, നീല എഴുതാൻ അറിയാവോ? എഴുതാൻ പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.